വായ്പാ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസവുമായി മന്ത്രി GR അനിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരം വെമ്പായം പാലമൂട് സ്വദേശിനി പ്രഭാകുമാരിക്കാണ് ജപ്തി ഒഴിവാക്കുന്നതിനുള്ള പണം അദ്ദേഹം നൽകിയത്. മന്ത്രി വാക്കുപാലിച്ചു. പ്രഭാകുമാരിക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വരില്ല. 85 വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി 5 സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുണ്ടായത്. നെടുമങ്ങാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നടപടികളെ തുടർന്ന് വീട് പൂട്ടിയപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പിന്തുണ അറിയിച്ചിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത മന്ത്രിയെ അറിയിച്ചു. ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള 2,16,000 രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ രാജ് പ്രഭാകുമാരിക്ക് കൈമാറി. ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബങ്ങളെ തെരുവിലിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. സഹായത്തിനായി മുൻകൈയെടുത്ത മന്ത്രിക്കും പൊതുപ്രവർത്തകർക്കും പ്രഭാകുമാരി നന്ദി പറഞ്ഞു. നെടുമങ്ങാട് അർബൻ ബാങ്കിൽ നിന്നാണ്, സഹകരണ അർബൻ ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത്. അപ്പോൾ അവിടേക്കാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെയാണ് പോയത്. 21-ാം തീയതി ഈ ലെറ്ററും കൊണ്ട് പോയി. നെടുമങ്ങാട്ട് ചെന്ന് അവിടെ വേണ്ടിയിരുന്ന പറഞ്ഞ് ഇപ്പം പൈസ അടങ്ങി. അന്നേരം അവളെ പൈസ എല്ലാം അവൾ അടുത്ത ചോദിച്ചും എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് എനിക്ക് വളരെ വളരെ പുണ്യം. അമ്മ യശോദയ്ക്കും ഭർത്താവ് സജിമോനുമൊപ്പമാണ് പ്രഭാകുമാരി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലെത്തി ചെക്ക് സ്വീകരിച്ചത്. 24 തിരുവനന്തപുരം.